താങ്കൾക്ക് എന്ത് അനുഭവം ഉണ്ടായി? ഇവിടെ വയസ്സായി വന്നിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് നാലാമത്തെ ദിവസമാണ്. ഞാൻ വന്നത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാല് നമ്മളെ നാട്ടിലേക്ക് ഇത് കൊണ്ടുവരണം. ഇട്ടോ പിടിച്ചാന്നപ്പോ ഇവിടുത്തെ ട്രെയിനർമാർ നമുക്ക് സ്പെഷ്യൽ ട്രെയിനിങ് തന്നാലും നമുക്കത് അത്ര കണ്ട് പെട്ടെന്ന് ഇത് വാരി കണ്ട് വെച്ച് മുങ്ങാണ്ട് പറ്റൂല. അതായത് ഇവിടെ വന്നുകാണ്ട് ലോറി വിളിച്ചുകാണ്ട് ഈ ഇതെല്ലാം കൂടിയാണ് കൊണ്ടുപോകാൻ അതല്ലത്. ഇതൊരു അഭ്യാസം, ഒരു മുറയാണ്. ആ മുറ അതിന്റെ രീതിക്ക് നമുക്ക് ഒരു മാസം, അവർ പറഞ്ഞ ഒരു മിനിമം ഒരു മാസമെങ്കിലും ഇവിടെ ട്രെയിനിങ് എടുക്കണം. എന്നാൽ കാരണം ഇതിന്റെ മുറകൾ പല ഇതുണ്ട്. നമ്മളെ ജോയിന്റുകള് ഈ ജോയിന്റ് ഇല്ലാതെ ചെയ്തിട്ട് കാര്യമില്ല. വെറുതെ ഇങ്ങനെ വന്നുകാണ്ട് ഇങ്ങനെ ആക്കിയിട്ട് ഒരു കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ വന്ന് ഭയങ്കര ഒരു എന്താണ് എല്ലാം ആ ഒരു കൂട്ടായ്മ അതാണ് നമുക്ക് വേണ്ടത്. താങ്കൾ എത്ര ദിവസമായി ഇവിടെ വന്നിട്ട്? ഞാൻ ഒരു 4 ദിവസമായി. 4 ദിവസമായിട്ട് താങ്കൾക്ക് എന്താണ് ഇതിലുകൊണ്ട് മെച്ചം കിട്ടിയത്? അത് മാത്രം എനർജിക്ക് ഉന്മേഷം കൂടിയത്, ഒരു എനർജിക്ക് ഉണ്ട്, മാറ്റമുണ്ട്. താങ്കൾ എത്ര ദിവസമായി ഇവിടെ വന്നിട്ട്? 1 മാസത്തിന്റെ അടുത്തായി. താങ്കളുടെ വയറ് വളരെ കുറഞ്ഞിരിക്കുന്നു. എങ്കിലും താങ്കൾക്കുള്ള അനുഭവം പറയാം. നല്ല അനുഭവമാണ്. താങ്കളുടെ ഉറക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ്. ഓക്കെ. ഞാനത് നമ്മളെ അയൽവാസി അബ്ദുവാക്കാനെ നമ്മളിപ്പോ അതിന്റെ ഇടയിൽ പുസ്കരിച്ച് ഞങ്ങൾ കൊണ്ടുവരാണ്. ഓക്കെ. താങ്കളുടെ അനുഭവം എന്താണ്? കുഞ്ഞു മുഹമ്മദ് സുഖമായിട്ട് ഉറങ്ങുക. നിങ്ങൾ എന്താ നേരം വെക്കണം? അതിനൊരു ഇത് പറയൂ. കറക്റ്റ് ടൈമിന് ഇവിടെ എത്തണം. 6:15 ഇവിടെ എത്തണം. കാരണം ബാക്കിയുള്ളവർ ചെയ്യുമ്പോൾ അതിന്റെ ഇടയിൽ പോയി ചെയ്യരുത്. കറക്റ്റ് പോലെ കൂടുതൽ കണ്ടിന്യൂ ആയിട്ട് ചെയ്യണം. കുഞ്ഞാമാക്ക നമ്മുടെ ഉസ്താദാണ്. നമുക്ക് എല്ലാ പ്രചോദനവും തന്ന ആളാണ്. മൂപ്പരെ നമുക്ക് വർണ്ണിക്കാനില്ല. കാരണം ഒരു നാടിനെ മുഴുവൻ ആരോഗ്യവാനാക്കണം എന്നുള്ള മൂപ്പർക്കൊന്നും കിട്ടിയിട്ടല്ല. അതൊരു എന്താ പറയാന്നില്ല, അതിന് വാക്കുകളില്ല. അതാണ് നമുക്കൊക്കെ ഒരു അനുഭവം ആണ്. കുഞ്ഞാമാക്കാക്ക് എന്താണ് ഇതിലുള്ള അഭിപ്രായം? എനിക്ക് പറയാനുള്ളത്, ഞാൻ ഏകദേശം 8 മാസമായി ഇതിൽ വരൽ തുടങ്ങി. ഫസ്റ്റിൽ ഞാൻ വന്ന 2 ദിവസം കൊണ്ട് ഇന്ന് ഓടിപ്പോണെന്ന് കരുതിയ ആളാണ്. എന്താ വെച്ചാൽ എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത്, കൈയും കാലും വേദനയും മറ്റുള്ളതൊക്കെ. പിന്നെ അതിന്റെ ശേഷം ഞാൻ അത് ആത്മാർത്ഥമായിട്ട് തന്നെ നിന്ന് മാഷാ അല്ലാ ഇപ്പോൾ വളരെ ഹെൽത്തിയായി. എനിക്ക് ഇതുകൊണ്ട് കിട്ടിയ ഗുണം എന്ന് വെച്ചാൽ, ഒന്ന് പൈൽസിന്റെ അസുഖം കംപ്ലീറ്റ് മാറിയെന്ന് തന്നെ പറയാം. പിന്നെ മലബന്ധം ഇല്ലാതായി. പിന്നെ അതുപോലെ തന്നെ വയറ് ഒരുപാട് കുറഞ്ഞു. പിന്നെ ഏകദേശം ഇന്നലെ ഞാൻ നോക്കുമ്പോൾ 5 കിലോ വെയിറ്റ് കുറഞ്ഞു. പിന്നെ ഞാനൊരു ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ ആളാണ്. അതും മാത്രമല്ല 2 തവണ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ ആളാണ്. അന്ന് ബൈപ്പാസ് ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. അതിൽ നിന്നൊക്കെ മാറിയിട്ട് വളരെ ഹെൽത്തി ആയിട്ട് പിന്നെ 4 സ്റ്റെൻറ്റ് ഇട്ട ആളാണ്. ഇപ്പോൾ ഞാൻ ഡോക്ടറെ സമീപിച്ചാൽ പറഞ്ഞ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മെഡിസിനൊക്കെ കുറച്ചിട്ട് ഒരു ഗുളിക മാത്രമാണ് ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരുപാട് വലിയൊരു ബെനിഫിറ്റ് കിട്ടി. ഡോക്ടർ തന്നെ പറഞ്ഞു നിങ്ങൾ എന്ത് ചെയ്തിരുന്നു, വ്യായാമങ്ങൾ അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. തീർച്ചയായിട്ടും നിങ്ങൾ ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമമാണ് ഇതിനെല്ലാം വിജയം കണ്ടിട്ടുണ്ട്. ഒരു ക്ലാപ്പ് കൊടുക്കൂ. നമ്മുടെ മമ്മൂട്ടിയൊക്കെ ഇന്ന് വന്നതാണ്. മൂപ്പര് വരുമ്പോൾ ഒരു മടിയുണ്ട്. പക്ഷെ ഇന്ന് വന്നപ്പോൾ മൂപ്പർക്ക് ഡെയിലി ഇവിടെ വരണം എന്നാണ് ഇപ്പോൾ ഞാൻ മൂപ്പര് പറഞ്ഞത്. അപ്പൊ മമ്മൂട്ടിയുടെ അഭിപ്രായം എന്താണ്? ഞാൻ ഇതിന് മുന്നേ വന്നു, തിരിച്ചുപോയി. ഇന്ന് വന്നപ്പോൾ എനിക്ക് ചെയ്തപ്പോൾ കുറച്ചും കൂടി ആത്മാർത്ഥമായിട്ട് അങ്ങനെ കുഴപ്പമില്ല തോന്നി. അപ്പം തുടർച്ചയായി വരണമെന്നുള്ള താല്പര്യം തോന്നി. ഇത് നാട്ടിൽ നല്ല ഉപകാരം ജനങ്ങൾക്ക് എന്നുള്ള ഒരു അഭിപ്രായം. ഒരു നാട്ടുകാർക്കും വേണ്ടിയാണ് മുപ്പരും കൂടി ഒരു സഹകരണം. നമ്മൾ പഠിച്ചെടുത്തിട്ട് വേണം നാട്ടുകാർക്ക് പഠിച്ചു കൊടുക്കാൻ. അപ്പൊ നമ്മളെ അദ്വാക്കുണ്ട്. പിന്നെ അദ്വാക്കാന്റെ അഭിപ്രായം എന്ന് പറയാം. ബ്ലോക്ക് കഴിഞ്ഞിട്ട് ഇപ്പൊ വന്നാണ്. ഇപ്പൊ 2 ദിവസമായിട്ടുള്ള ഞാൻ ഇപ്പൊ എന്നാലും സുഖമായിട്ട് തോന്നുന്നു. വളരെ റാത്തന്നല്ലേ? ഓക്കെ. അത് അദ്വാക്ക ഒരു ബ്ലോക്ക് കഴിഞ്ഞ ആളാണ്. എങ്കിലും ഇപ്പൊ വളരെ റാത്താണെന്നാ പറഞ്ഞത്. ഇന്നലെ ഇതായിട്ടുള്ളൂ. ഇവിടുത്തെ ഓരോരുത്തരുടെ അനുഭവങ്ങൾ കണ്ടിട്ട് അദ്വാക്കാക്ക് വളരെ റാത്താണ്. ഇതിനെക്കാട്ടി പല രോഗങ്ങളുള്ള ആളുകളുണ്ട്. അവർക്കൊക്കെ കുറെ മാർഗം കാര്യങ്ങളൊക്കെ റെഡി ആയിക്കണ്. ഓക്കെ. അപ്പൊ എന്നാല് വേറെ എല്ലാവർക്കും റാത്തല്ലേ? ഓക്കെ. ഈ ഗ്രൗണ്ട് നല്ല ഓക്കെയാണ്. ഈ ഗ്രൗണ്ടിനെ സംബന്ധിച്ചെടുത്ത് പറയാൻ നല്ല സുഖം. കല്ല് വെട്ടിയൊരു ഗ്രൗണ്ടാണ്. അത്യാവശ്യം 160-140 ആളുകളോടെ ഇവിടെ ഉണ്ട്. ഇതിന് ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ നല്ല ആയാസത്തിലുള്ളൊരു ഇത് വേണം. അല്ലാതെ നമ്മൾ അവിടെ നല്ല വായുവാണ് ഇവിടെ. ഓക്കെ.